ഞാനിതൊരു പത്രം വായിക്കാൻ പോവാം. വാർത്ത കേട്ടോണേ. ആർക്കും ഉണ്ടാവില്ല അത്ഭുത ജയം. ബി ജെ പിക്ക് വൻ വിജയമോ? ഇന്ത്യ മുന്നണിയുടെ അട്ടിമറിയോ പ്രവചിക്കാതെ നിരീക്ഷകർ. റൂബിൻ ജോസഫ്, ന്യൂഡൽഹി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും ബി ജെ പിയെ അട്ടിമറിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്ന ആധികാരിക പ്രവചനം തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ മനോരമ നടത്തിയിട്ടില്ല എന്ന്. മനോരമ എന്ന് അങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞില്ലല്ലോ. അത് റൂബിൻ ജോസഫ് എന്ന് പറഞ്ഞില്ലായിരുന്നു. നിങ്ങളുടെ പഴയ സ്ഥാപനമാണ്. എനിക്കറിയുന്ന ആളല്ല. അല്ല, എന്തായാലും ഇന്നലെ വരെ മനോരമ ഇങ്ങനെയല്ലോ പറഞ്ഞത്. നോക്കൂ, അതിൻ്റെ സബ് ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്: ബി ജെ പിക്ക് വൻ വിജയമോ, ഇന്ത്യ മുന്നണിയുടെ അട്ടിമറിയോ പ്രവചിക്കാതെ നിരീക്ഷകർ. എന്ന് പറഞ്ഞാൽ വൻ വിജയം ഉണ്ടാവത്തില്ല, പക്ഷേ ഇന്ത്യ മുന്നണി അട്ടിമറിക്കത്തുമില്ല, ഇന്ത്യ മുന്നണി ജയിക്കില്ല. പിന്നെ പറയുന്നുണ്ട്, ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിറങ്ങിയ ബി ജെ പി 370 സീറ്റുകളെന്ന അത്ഭുത നേട്ടം കൊയ്യുമെന്നും പ്രവചനങ്ങളില്ല. അതേസമയം 2019 സീറ്റെണ്ണം നിലനിർത്തി ബി ജെ പി അധികാരത്തിൽ തുടരും എന്നാണ് നിരീക്ഷകരെല്ലാം പറയുന്നത്. ഇനിയോ, രാജ്യത്ത് ചില മാറ്റങ്ങളുണ്ടെങ്കിലും അത് ബി ജെ പിയുടെ സീറ്റെണ്ണത്തിലോ തുടർഭരണത്തിലോ മാറ്റമുണ്ടാക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ പറയുന്നു. എന്തു പറ്റി ഈ മനോരമയ്ക്ക് ഈ മാറ്റം? അതായത് അവർ കുറേ ദിവസമായിട്ട് കോൺഗ്രസിന് വേണ്ടി, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒരാവശ്യമില്ലാതെ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 5 ഘട്ടം കഴിഞ്ഞു. അതിനും അത് പശ്ചാത്തലം ഉണ്ടാവാം, കാരണങ്ങളൊക്കെ ഉണ്ടാവാം. അത് ഉടമകൾക്കല്ലേ അറിയുള്ളൂ എന്തുകൊണ്ടാണ് അവർ ചെയ്തതെന്ന്. മുമ്പ് കേരളത്തിലും ചെയ്യുമായിരുന്നു. ഇടതു മുന്നണി കേരളത്തിൽ ചെയ്തല്ലോ, ഈ ഇലക്ഷനും ആവശ്യം പോലെ ചെയ്തു. കോൺഗ്രസ് ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് അവർ. അത് ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ KR ചുമ്മാർ സീറ്റിൻ്റെ എണ്ണം എഴുതി കേരളത്തിൽ, ഇത്ര സീറ്റാണെന്ന്. മൊത്തത്തിൽ പൊളിഞ്ഞുപോയി. അന്ന് ഈ മറ്റേ ഫേസ്ബുക്കും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരുപാട് ദിവസം തെറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ പച്ചത്തെറിയായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് പ്രസ് അക്കാദമിയിൽ ഈ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൻ്റെ ഒരു സെഷൻ എന്തോ ഈ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ എന്നെ കോട്ടയത്തു നിന്ന് അങ്ങോട്ട് അയച്ചു. അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെ നടന്ന ചർച്ചകൾ മുഴുവൻ എഴുതിയിട്ട് ഞാൻ എഴുതി കൊടുത്തു. ചുമ്മാറിനെയൊക്കെ ആളുകൾ വല്ലാതെ വിമർശിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഈ സാധനം മുഴുവൻ, എന്നോട് KM മാത്യു ആണ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത്. പുള്ളി ശരിക്ക് ഇത് സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യങ്ങളും കൂടിയൊക്കെ നോക്കിയിട്ട് വേണ്ട, ഇതൊക്കെ ഇന്നത്തെ പോലെയൊന്നുമല്ല, അന്ന് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എഴുതി കൊടുത്തു. പിന്നെ എന്ത് സംഭവിക്കുന്നൊന്നും അറിയില്ല, അത് പ്രസിദ്ധീകരിക്കാനുള്ള അല്ല, കാരണം അതൊരു ലേഖനം പോലത്തെ ഒരു സംഗതിയാണ്, അവർക്കുള്ള ഇൻഫർമേഷനാണത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോട്ടയത്ത് മനോരമയുടെ ഗസ്റ്റ് ഹൗസിൽ മൊത്തം പത്രാദിവസം എഴുതിയിടാൻ ഒരു മീറ്റിംഗ് വിളിച്ചു. എന്നിട്ട് ഞാൻ ഈ എഴുതി കൊടുത്ത സാധനം ഉണ്ടല്ലോ, അത് എന്നോട് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു, അവിടെ കേട്ട കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അവിടെ കേട്ട കാര്യങ്ങൾ പറയാണ്, എന്നോട് ആരും ഒരു ചോദ്യവും ചോദിക്കരുത്, കാരണം ഞാനിതിന് ഉത്തരവാദിയല്ല, ഞാൻ കേട്ടത് പറയുന്നു, ജസ്റ്റ് റിപ്പോർട്ടിങ്. അപ്പോൾ ഈ പരിപാടി കോൺഗ്രസിനെ തീ താങ്ങുന്ന പരിപാടി ഇന്നൊന്നുമല്ല നടക്കുന്നത്. PC അലക്സാണ്ടർ ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നില്ലേ, സ്വന്തം സഭയിലൊക്കെ പെട്ട ആളൊക്കെ. അന്നും അതിനു മുമ്പൊക്കെ ഈ കോൺഗ്രസിന് വേണ്ടി എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എന്നാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെ എതിർത്തുകൊണ്ടിരിക്കണം എന്നാണ് അവരുടെ ഈ എന്താ പറയുക കസ്റ്റമർ ബേസ്, അങ്ങനെയാണ് കരുതുന്നത്. കാരണം മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾ മനോരമയെ ബൈബിൾ പോലെയാണ് അവർ കരുതുന്നതെന്ന് അകത്ത് തന്നെ പറയാറുണ്ട്. മനോരമയാണ് അവരുടെ ബൈബിൾ, കാരണം ബൈബിൾ അവർ വായിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പം മനോരമയാണ് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ഈ ചർച്ചകളിലൊക്കെ പറയാറുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. ഈ ശരിക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ ക്രിസ്ത്യൻ പാർട്ടിയാണല്ലോ. ഈ 1957 ജയം കൊണ്ടൊക്കെ അറിയാമല്ലോ, അന്ന് അല്ല ഉണ്ടാക്കിയത് ഹ്യൂമല്ലേ ആണല്ലോ. അപ്പോൾ ഈ കോൺഗ്രസ് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമീപകാലത്ത് ഈ കഴിഞ്ഞ
പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയനുമായിട്ട് ഒരു സന്ധി മനോരമ ഉണ്ടാക്കി. എന്നിട്ട് അങ്ങേരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വാർത്തകളൊക്കെ അതിൽ കച്ചവട താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷനൊക്കെ ഉണ്ട്. കാറ്റാടി പാടം, പിന്നെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ എന്തോ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു വയനാട്ടിൽ. അത് കോവിഡ് കാരണം ഒന്നും ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തു നിന്നൊക്കെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ മഹീന്ദ്ര സ്കൂളൊക്കെ ഇല്ലേ നമ്മുടെ മഹാരാഷ്ട്രയിലെ, അതൊക്കെ പോലെ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ടായിരിക്കാം ഊഹം, എൻ്റെ ഒരു ഊഹമാണ്. അതുകൊണ്ടായിരിക്കണം കാറ്റാടിപ്പാടത്തിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ ഈ ഗ്രിഡിലേക്കൊക്കെ കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ ഒരു വീട്ടിൽ മറ്റേ അവിടെ വിരുന്നിന് വിളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിങ്ങനെ അങ്ങേരെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ എന്തു പറ്റിയെന്ന് വെച്ചാൽ പത്രത്തിൻ്റെ പല്ല് നഖവും നഷ്ടപ്പെട്ടു. അല്ല, ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഡ്രോപ്പ് ഉണ്ടായ പത്രം മനോരമയാണ്. അതെ, 10 ലക്ഷം കോപ്പി കുറഞ്ഞിട്ടുണ്ട്. അവർ പ്രസിദ്ധീകരിച്ചതിൽ 8 ലക്ഷം കോപ്പി അടുത്തിടെ 2 ആഴ്ച മുമ്പോ 3 ആഴ്ച മുമ്പോ പ്രസിദ്ധീകരിച്ചതില്ലേ വായനക്കാരുടെ എണ്ണം പറഞ്ഞതിൻ്റെ അകത്തും ഒക്കെ ഡ്രോപ്പ് 8 ലക്ഷം അവർ പറഞ്ഞിട്ടുണ്ട്. 26-ൽ നിന്ന് 18 കഥയാണ് അവർ അത് അഡ്മിറ്റ് ചെയ്തിരുന്നു. അത് വല്ലാത്ത ഡ്രോപ്പാണല്ലോ. ഇടക്കാലത്ത് മറ്റേ ഏജന്റുമാർ സമരം ചെയ്തപ്പോൾ 3 മാസമോ മറ്റോ പത്രം ഇല്ലായിരുന്നല്ലോ. അങ്ങനെയൊന്നും മുമ്പ് സംഭവിക്കില്ലായിരുന്നു. കാരണം 3 മാസം നമ്മൾ പത്രം വായിച്ചില്ല എങ്കിൽ എന്താണ് നമ്മൾ വായനക്കാരനെ പഠിപ്പിക്കുന്നത്? വായനക്കാരനൊന്നും സംഭവിച്ചില്ല. ഇല്ല, ഈ പത്രം ഇല്ലെങ്കിലും ജീവിക്കാമെന്നാണല്ലോ വായനക്കാരനെ പത്രം പഠിപ്പിക്കുന്നത്. ഏജന്റുമായിട്ടൊരു സമരം ഉണ്ടെങ്കിൽ അത് നേരത്തെയൊക്കെ തീർക്കാനൊക്കെ നോക്കണ്ടേ. അങ്ങനെയാണ് ഇപ്പോൾ ചില ആളുകൾ, ചില ബ്യൂറോ ചീഫുകളെ പറ്റിയൊക്കെ ഞാൻ കേൾക്കുന്ന അവർ ഓഫീസിലൊന്നും പോകാതെ വീട്ടിലൊക്കെ ഇരുന്നാണ് ജോലി ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസം. മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു, ഒരു പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് സാർ, ഇപ്പോൾ മനോരമ, ഇന്നലെ വരെയുള്ള മനോരമ, ഇപ്പോൾ റൂബിൻ ജോസഫ് ഡൽഹിയിൽ നിന്ന് അയച്ചിരിക്കുന്ന ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ ഒരു മനോവ്യാപാരത്തിൻ്റെ ഭാഗമായി അയച്ചതാവാൻ സാധ്യതയില്ല. ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റോറി വരണം, നമ്മളത് പ്ലേസ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞ കള്ളം ഇനി പതുക്കെ മാറ്റണം. അതായത് ഇനി വരുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് റിസൾട്ട് വന്ന് മോദി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ മനോരമ ഫുൾ പേജ് ജാക്കറ്റ് അടിക്കുന്ന മോഡിയുടെ പടമായിരിക്കും. പക്ഷേ അങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ആളുകൾ പരിഹസിക്കും, ഇന്നലെ വരെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഗ്രാജുവലി പതുക്കെ ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് പതുക്കെ പാമ്പ് പടം പൊഴിക്കുന്ന പോലെ ഇന്നലെ വരെയുള്ള രാഹുൽ സ്നേഹം, ഇന്ത്യ മുന്നണി സ്നേഹം പതുക്കെ കൊഴിച്ചു കളയാൻ മനോരമ ആരംഭിച്ചതാണോ? അതെ, അതെന്താന്ന് വെച്ചാൽ അല്ലായിരുന്നെങ്കിൽ ഇവർ ഇത്രയും ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ വോട്ട് ശതമാനം കുറയുന്നത് കൊണ്ട് ബി ജെ പി നിലംപതിക്കും കോൺഗ്രസ് ജയിക്കും എന്നൊക്കെയാണ്. വോട്ട് ശതമാനത്തിൽ കുറവൊന്നും വരുന്നില്ലല്ലോ. കാരണം ഇപ്പോൾ 1.5% വ്യത്യാസമുള്ളൂ. അതും ഈ കമ്പാരിസൺ എങ്ങനെയായിരുന്നു? 2019 വോട്ട് ശതമാനവുമായിട്ട് മാത്രമായിരുന്നു കമ്പാരിസൺ. 2019 വലിയ വ്യത്യാസമുള്ള തിരഞ്ഞെടുപ്പാണല്ലോ. അതിനു മുമ്പ് നമ്മൾ 1952 മുതൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും 60%, 62-64 എന്നല്ലേ. 52-ലൊക്കെ 47-50% ഒരിക്കലും നടക്കില്ല. പിന്നെ കുറഞ്ഞു എന്ന് പറയുന്ന തിയറി തന്നെ ശരിയല്ലായിരുന്നു. അത് തന്നെ ഒരു വിചിത്രവാദവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ആ നിലപാട് തന്നെയായിരുന്നു മനോരമ തുടരുന്നത് എങ്കിൽ യോഗേന്ദ്ര യാദവ് പറഞ്ഞതും ഈ വാർത്തയിൽ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതെടുത്ത് മുകളിലിടാമായിരുന്നു. മറ്റേ BJP തോറ്റു തുന്നം പാടും യോഗേന്ദ്ര യാദവ് എന്ന് പറഞ്ഞിട്ട് തലക്കെട്ട് കൊടുക്കാൻ അങ്ങനെ വരുമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു. 4ാം ഘട്ടം വോട്ടെടുപ്പ് വളരെ വ്യക്തമാണല്ലോ. ഈ ലേഖകന്റെ അല്ല, മനോരമയുടെ തന്നെ അഭിപ്രായമായിട്ട് കൊടുത്തിരിക്കുന്നു. BJPക്ക് വൻ വിജയമോ ഇന്ത്യ മുന്നണിയുടെ അട്ടിമറിയോ പ്രവചിക്കുന്നില്ല. ഇന്ത്യ മുന്നണി ജയിക്കും ആരും പറയുന്നില്ല. ഇന്ത്യ മുന്നണി അട്ടിമറിക്കും എന്ന് പറഞ്ഞാൽ BJP അട്ടിമറിക്കും. ഇന്ത്യ മുന്നണി ജയിക്കുന്നു പറഞ്ഞൊരാളുണ്ട്, വേണമെങ്കിൽ ജയിക്കാമെന്ന്. അയാളും പറഞ്ഞിട്ടില്ല. യോഗേന്ദ്ര യാദവും ജയിക്കുന്നു പറഞ്ഞിട്ടില്ല. 268 സീറ്റ് കിട്ടുന്ന പറഞ്ഞേ, 4 സീറ്റ് കുറയുന്നേ പറഞ്ഞു. അതെ. അപ്പോൾ ഈ പറയുന്ന പോലെ BJPക്ക് വൻ വിജയം ഉണ്ടാവുന്നില്ല, അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം BJPക്ക് ചിലപ്പോൾ ഒരു 310-15 ഒക്കെ കിട്ടും എന്ന് പറയാം. 400 കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും ആശ്വസിക്കുന്നുണ്ട്. ശരിക്കും BJPക്ക് 400 സീറ്റ് കിട്ടുമോ? ഇതെന്താന്ന് വെച്ചാൽ 370 എന്ന് BJP പറയുന്നത് ആർട്ടിക്കിൾ 370യുടെ ഒരു സംഗതിയാണ്. ഇത് തന്നെ ഈ കൊള്ളാവുന്ന സെഫോളജിസ്റ്റുകൾ, ഈ സുർജിത് ബല്ലെ പോലുള്ള, സുർജിത് ബല്ലെ പറഞ്ഞതിൽ തന്നെ ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഉത്തരം 370-400 എന്നൊക്കെ പറയുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് കാലത്ത്
ഈ പ്രചാരണത്തിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണെന്നുള്ളത് പറയുന്നവർക്കും അറിയാം. അല്ല, അത് സൈക്കോളജിക്കൽ അറ്റാക്കാണത്. അതെ, പറഞ്ഞു 400 BJP 370 400 370 400 ഇങ്ങനെ പറഞ്ഞ് ഈ വിജയിക്കാൻ പോകുന്നത് BJP ആണ് ക്രിയേറ്റ് ചെയ്യാണ്. അത് സൈക്കോളജിക്കലി ആളുകളുടെ മനസ്സിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യലാണ്. എന്ത് വന്നാലും BJP തന്നെ. അതിൽ വളരെ നന്നായി BJP വിജയിച്ചു, ഗംഭീരമായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദ്യം 370 എത്ര കുറയും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. BJPക്ക് സത്യത്തിൽ എന്താ വേണ്ടത്? 2019 കൂടണം. അല്ല, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് സാറേ, ഈ LDFന്റെ ക്യാമ്പയിനിൽ LDF വരും, എല്ലാം ശരിയാകും, ഉഗ്രൻ കാച്ചുവേടായിരുന്നു, നല്ലതായിരുന്നു, ഉഗ്രനായിരുന്നു, ഗംഭീര കാച്ചുവേടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ BJPക്ക് 400, 370, 400 ഇത് പറഞ്ഞ് ഭയങ്കരമായി ക്യാമ്പയിൻ ചെയ്ത് തുടക്കം മുതലേ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് സ്ട്രാറ്റജിക്കലി ഒരു വിജയമായിരുന്നു. സഖ്യ കക്ഷികൾക്കും അവരും കൂടുതൽ നേടണം എന്നുള്ളൊരു തോന്നൽ, ഒരു വാശി വരുമല്ലോ കൂടെ നിൽക്കുക. ശരിയാണ്. 370 BJP തന്നെ എത്ര ഉണ്ടാക്കാൻ പോണു, നമ്മളും ഒന്ന് അധ്വാനിക്കണ്ടേ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു വല്ലാത്തൊരു അശ്വമേധം പോലെയാണ് ഈ. അപ്പൊ ഇത് മനോരമ തുടങ്ങി വെച്ചത് നാളെ മാതൃഭൂമിയും മറ്റുമൊക്കെ അതൊക്കെ നിലപാട് മാറ്റം തുടങ്ങുമായിരിക്കും അല്ലേ? ഏഷ്യാനെറ്റും അങ്ങനെ ചെയ്യുമായിരിക്കും. കാരണം അയോധ്യയിൽ നിന്ന് അവർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അയോധ്യ ഒരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ എന്ന് തലക്കെട്ടിട്ടിരുന്നു. സാധാരണ ഇതിൽ അത് തെരഞ്ഞെടുപ്പ് വിഷയമേ അല്ല, തൊഴിലില്ലായ്മയാണെന്ന് പറയായിരുന്നല്ലോ. അയോധ്യയിൽ ഇപ്പോൾ ഗംഗയിൽ ഇപ്പോഴും വെള്ളം തെളിനീരായിട്ട് ഒഴുകുന്നേ ഉള്ളൂ, അഴുക്കൊന്നും നിന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. വെള്ളത്തിനൊക്കെ നല്ല വെള്ളം നിറവുണ്ട്. പഴയ പോലെ ഒന്നും ശവം ഒഴുകുന്നില്ല, പഴയ പോലെ ഒഴുകുന്നില്ല, വൃത്തിയായിട്ടുണ്ടെന്നാണല്ലോ. പിന്നെ ഈ വികസനമൊന്നും വന്നിട്ടില്ല. എന്നിട്ട് ഏതോ ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പള്ളി, അമ്പലം, ആരാധനാലയമൊക്കെയാണോ വേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ചർച്ച. പിന്നെന്തോ വിദ്യാഭ്യാസ സ്കൂളുകളിലെ എന്തോ കാര്യം, വിദ്യാഭ്യാസ നിലവാരമൊക്കെ പണ്ട് സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ മോശമാണ്. കേരളത്തിൽ മാത്രമല്ല, അവിടുത്തെ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നത് സ്വകാര്യ സ്കൂളുകളിലാണ്. ഇവിടുത്തെ നേതാക്കന്മാർ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നത് അമേരിക്കയില. ഈ വാരാണസിയിൽ മോദി ചെയ്തിരിക്കുന്നത് എന്ത് ആഗോള ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യമാണല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ ഒരു ലേഖകൻ മോദിയെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ലേഖകൻ എഴുതിയിട്ടുണ്ടായിരുന്നു, മോദി പറഞ്ഞു നമ്മളധികം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങ് അയോധ്യയിലും വാരാണസിയിലും ഒന്ന് പോകൂ എന്ന് പറഞ്ഞു. ഇയാൾ പോയി, ഈ വാൾ സ്ട്രീറ്റ് ജേർണൽ. എന്നിട്ട് അങ്ങേര് ഇന്ത്യ വലിയ വികസന പാതയിലാണെന്നാണ് എഴുതിയിരുന്നത്. അവിടെ നടന്നിട്ടുള്ള ഈ ടൂറിസം അത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഏഷ്യാനെറ്റ്. വാരാണസിയും അയോധ്യയും അവർക്ക് ചർച്ച ചെയ്യാൻ പാടുമോ? മോദിക്കെതിരെ എന്തെങ്കിലും പറയാനുള്ള അവസരം നോക്കിയിരിക്കുമ്പോഴാണ് ടൂറിസം, സ്റ്റേറ്റിൻ്റെ വികസനം ഒക്കെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അയോധ്യയിലെ ഒരു രാജകുമാരി തെക്കൻ കൊറിയയിലെ രാജാവിൻ്റെ ഭാര്യയായിരുന്നു. എന്നിട്ട് തെക്കൻ കൊറിയയും മോദി ആദ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഉടമ്പടി ഒപ്പിട്ടിട്ട് ഇപ്പോൾ അയോധ്യയിൽ പൂന്തോട്ടവും ഈ രാജകുമാരിക്ക് വേണ്ട കാര്യങ്ങളും. തെക്കൻ കൊറിയയിൽ നിന്ന് എത്ര ടൂറിസ്റ്റുകളാണെന്നറിയാം അയോധ്യയ്ക്ക് വരുന്നത്. അവിടുത്തെ രാജകുമാരി വന്നു. അതെ, അവരും ഒക്കെ വന്നു. എൻ്റെ പഴയ പാരമ്പര്യം ഈ അയോധ്യയിലാണല്ലോ വേരുകൾ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരും വന്നു. അപ്പം അങ്ങനെ ആഗോള മാപ്പിൽ തന്നെയുള്ള സ്ഥലമാണ് അയോധ്യ. ഈ അയോധ്യയും ഇതും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ലല്ലോ. വാരാണസി ഇതൊക്കെ ഹിന്ദുക്കളുടെയും അല്ലാത്തവരുടെയും കാണണം എന്നുള്ള, ഏഷ്യാനെറ്റിൻ്റെ മനോരമയുടെ അല്ല, ലോകം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കിപ്പോൾ താജ്മഹൽ അല്ലാത്ത സംഗതികൾ ഇന്ത്യയിൽ എത്ര വന്നു? സർദാർ പട്ടേൽ പ്രതിമ. അപ്പോൾ ഈ പ്രതിമയുടെ 3000 കോടി കൊണ്ട് കുറെ വീട് വെച്ച് കൊടുക്കാൻ പാടില്ലായിരുന്നു ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഇപ്പോഴും ഈ എന്നൊക്കെ ചോദിക്കും. ഈ 3000 കോടി ഉണ്ടായി കഴിഞ്ഞില്ലേ? അതുകൊണ്ട് അല്ല സാർ, ഞാൻ പറയുന്നത് ഈ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കാരണം മാധ്യമങ്ങൾ ഈ 5ാം ഘട്ടം കഴിയുന്നത് വരെ കാത്തിരുന്നു. കേരളത്തിൽ ഒരു കാര്യമില്ല, എന്നിട്ടും അതിൻ്റെ ഹാങ് ഓവർ മാറാതെ അങ്ങനെ പിടിച്ചു നിന്നിട്ട് ഇന്ന് മുതൽ മനോരമ തുടങ്ങി വെച്ചു. മനോരമ മാറുകയാണ്. നാളെ മുതൽ 4-ാം തീയതി 5-ാം തീയതി വരെ 5-ാം തീയതി നമ്മളെ ഞെട്ടിക്കാൻ പോകുന്നത്. ഓർക്കുന്നില്ലേ, പിണറായിക്കെതിരെ ഏറ്റവും കൂടുതൽ കാമ്പയിൻ ചെയ്തു. പിണറായി അധികാരത്തിൽ വന്നപ്പോൾ മിന്നൽ പിണറായി
ജയിച്ച ദിവസം എന്ന് പറയുന്നത് പോലെ പാലക്കാട് മോദിയെ മലപ്പുറം സമ്മേളനം കഴിഞ്ഞപ്പം ഇത് എന്ന് പറയുന്നത് പോലെ 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ മോദിക്ക് വേണ്ടി ഏറ്റവും നല്ല പത്രം ഇറക്കാൻ പോകുന്നത് മലയാള മനോരമയായിരിക്കും. സംശയമുണ്ടോ? അതായിരിക്കും. കാരണം അതിൻ്റെ പേജുകളൊക്കെ ഇപ്പം തന്നെ ചെയ്തു വെക്കുന്നൊക്കെ ഉണ്ടാവും. ലേഖകന്മാരോട് പറഞ്ഞിട്ട് മോദി മഹാൻ, മോദി കവിതയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കവിത മറ്റേ മധുസൂദൻ നായരെ കൊണ്ട് പരിഭാഷ ചെയ്യിക്കുക എന്നൊക്കെ പറഞ്ഞ് അന്നാണ് നമുക്ക് ജന്മഭൂമി എടുത്ത് കിണറ്റിലിടാൻ അല്ലേ? കാരണം ജന്മഭൂമിക്കാർ കാണിച്ചു പോകും. അല്ല, ജന്മഭൂമിന്റെ ഇടയ്ക്ക് ഇന്ത്യ മുന്നണി ജയിക്കുന്ന ശീർഷകം ഇട്ടിരുന്നല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ജോസ് കെ മാണിയായിട്ട് അഭിമുഖം എഡിറ്റ് പേജിലല്ലേ പത്രത്തിന്റെ നയം പറയുന്നത്. ആ എഡിറ്റ് പേജിൽ ജോസ് കെ മാണിയുടെ ഇന്റർവ്യൂ, അതിന്റെ മുകളിൽ ശീർഷകം ഇന്ത്യ മുന്നണി ജയിക്കും എന്ന് അയാളുടെ അഭിപ്രായം അല്ലേ? അതെ. പക്ഷെ അത് കൊട്ടേഷനോ ഒന്നും ഇല്ലല്ലോ. കൊട്ടേഷൻ മറന്നുപോയി കാണും. പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് സാധാരണ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ട പത്രം ജന്മഭൂമിയാണ്. പക്ഷേ ജന്മഭൂമിയെ നാണിപ്പിക്കും മനോരമ, മാതൃഭൂമിയും മോശമാവില്ല. ചിലപ്പോൾ ജന്മഭൂമിക്ക് മോദി ജയിക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കുമായിരിക്കും. മനോരമയ്ക്ക് അത് ഇപ്പോൾ മാറി വരുന്നുണ്ട്. അതല്ല, അതെന്തും ആവട്ടെ, ഞാൻ പറയുന്നത് അതല്ല. പ്രൊഫഷണലി ഏത് സമയത്ത് ഓന്തിനെ തോൽപ്പിക്കുന്ന വിധത്തിൽ നിറം പാറാൻ മലയാളത്തിലെ ഈ പറയുന്ന മുത്തശ്ശി പത്രങ്ങൾക്കുള്ള കഴിവ് ജന്മഭൂമിയൊക്കെ ആർജിക്കാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ദേശാഭിമാനി എന്ത് തലക്കെട്ടിടും? പിന്നെയും നമ്മളത് അനുഭവിക്കണം എന്ന് മറ്റേ മോദിക്ക് തിരിച്ചടി 400 തികച്ചില്ല. ഗംഭീരമായിരിക്കും അല്ലേ? എന്തുകൊണ്ട് 350? അതെ, എന്തുകൊണ്ട് 360? അത് കുറയാനുള്ള കാരണങ്ങൾ പ്രചാരണത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ലാതെയാണ് ഈ വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞൊക്കെ ഇന്ന് മനോരമ ഇടതുപക്ഷം മോദിയെ ചെറുത്തു. അതെ, എവിടെ ചെറുത്തു? തമിഴ്നാട്ടിലോ? ചോദിക്കരുത്, പത്രം വായിച്ചിട്ട് ചോദിക്കാം. ബീഹാറിൽ ഒരു സീറ്റ് കിട്ടാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ബീഹാറിൽ ചെറുത്തു, ഒറ്റ സീറ്റ്. ഏതായാലും അങ്ങനെ ഒന്നും കളിയാക്കരുത്. കോർപ്പറേറ്റുകൾക്കെതിരെ PMLA ആക്ട് റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് കെ ശൈലജ. BJP വോട്ട് മറിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ കണ്ടു. വളരെ അതല്ല, ഞാൻ പറഞ്ഞതല്ല. ഈ യെച്ചൂരിയുടെ പാർട്ടിക്ക് അധികാരിയെ കിട്ടിയാൽ നടപ്പാക്കുന്ന പ്രകടന പത്രിക ഇറക്കിയായിരുന്നു. PMLA റദ്ദാക്കും, കാപ്പ റദ്ദാക്കും, ED പിരിച്ചുവിടും. കൂടെ 1.5 സീറ്റും കൊണ്ടാണ്. പിന്നെ അപ്പോൾ ഷഹ്സാദയുടെ പ്രകടന പത്രികയോ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഞങ്ങൾ കൂടുതൽ മുസ്ലിം ജഡ്ജിമാരെ നിയമിക്കും. കാരണം ഷഹ്സാദ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും അവരുടെ പാർട്ടിയുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇപ്പോൾ ഇല്ല സാറേ, ഒന്നുകൂടി ഒക്കെ സിഗ്നൽ ലൈറ്റാ. ഇന്നലെ സെൽഫ് ഗോളും അടിച്ചു. കാരണം ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഞാൻ പ്രധാനമന്ത്രിമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിമാരുടെ വീട്ടിലൊക്കെയാണ് ഞാൻ ജീവിച്ചത്. എങ്ങനെയാണ് ഭരണ സംവിധാനം അറിയാം. എന്നിട്ട് രാഹുൽ ഗാന്ധി പറയാണ് എന്നും ഈ ഭരണ സംവിധാനം പിന്നാക്കക്കാർക്കെതിരായിരുന്നു എന്ന്. അത് ശരി. അത് മോദി ഡൽഹിയിൽ ദ്വാരകയിൽ പ്രസംഗിക്കുമ്പോൾ ഉടനെ പറഞ്ഞു ഷഹസാദ ഇങ്ങനെയാണ്. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു സത്യവും പറയുന്നത്. കാരണം ഇതായിരുന്നു അങ്ങേരുടെ സംവിധാനം. അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരും എസ്സികൾക്കും എസ്ടികൾക്കും OBC-കൾക്കും ഒക്കെ ഇവരെതിരായിരുന്നു. അതാണ് അങ്ങേര് പറഞ്ഞത്. ഏതായാലും പത്രങ്ങളുടെ മാറ്റം മനോരമ തന്നെ പ്രചാരത്തിൽ ഒന്നാം നിലയിൽ നിൽക്കുന്ന മനോരമ തന്നെ ഒന്നാമതായി തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കാണാം. അപ്പോഴും ദേശാഭിമാനി മാറത്തില്ല. അത് മാറാൻ പറ്റില്ല അവർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സഖ്യമുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ സഖ്യമുള്ള സ്ഥലങ്ങളിലെ എഡിഷനുകൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ദേശാഭിമാനിയുടെ ബീഹാർ എഡിഷൻ തിരിച്ചു പറയാം. ശരി, അവിടെ സഖ്യമുണ്ടല്ലോ. എന്തെങ്കിലും ആവട്ടെ. ഏതായാലും എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടി കിട്ടുന്നില്ല. എനിക്ക് ജൂൺ 5-ാം തീയതി ദേശാഭിമാനി കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഞാനും കാത്തിരിക്കുക. ഞാനത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കും. ചില ആളുകൾക്ക് ആ പത്രം കൈ കെട്ടിട്ട് വേണം ചില ആളുകളോട് എനിക്ക് സംസാരിക്കാൻ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.